നമ്മുടെ മലയാളീസിനെ പ്രത്യേകിച്ചും കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് മലയാളികൾ എനിക്ക് മനസ്സിലായിടത്തോളം ഈ പാകിസ്ഥാനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ഇനി നിങ്ങളില്ല എന്ന് പറയേണ്ട, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പല വീഡിയോസിൽ നിന്നും പല ഇൻഫർമേഷനിൽ നിന്നും സോഷ്യൽ മീഡിയ വഴി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല, സാധാരണ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ പല വീഡിയോസിൽ നിന്നും പല കമൻസിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരോട് ഇച്ചിരി ഈ ഒരു സ്നേഹം ഇഷ്ടം കാണിക്കൽ കുറച്ച് കൂടുതലാണ് നമ്മുടെ മലയാളീസിന്. ഓൾ ഓവർ ഇന്ത്യ ഇല്ല എന്ന് ഞാൻ പറയണില്ല. എനിക്കിപ്പോൾ നമ്മുടെ മലയാളീസിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ഞാൻ കേരളത്തിലായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923 അനുസരിച്ച് ഈ ഒരു ആക്ട് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ ആക്ടിനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ നമുക്ക് അറിയാം, ഒരു യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത ജോലി, അവർ ചെയ്ത കാര്യം എന്താണെന്നറിയോ? അവർ സ്പൈ വർക്കാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ വേറൊരു രാജ്യത്തിന് പറഞ്ഞു കൊടുക്കുക, അത് അവിടെ ചോർത്തി കൊടുക്കുക എന്നുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ലീഗലി പോവുകയാണെങ്കിൽ അണ്ടർ ദിസ് പെർട്ടിക്കുലർ ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923 അനുസരിച്ച് ഇവർ അറസ്റ്റ് ചെയ്യും. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സോവറിനിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സെൻസിറ്റീവ് കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ സെൻസിറ്റീവ് കാര്യങ്ങൾ മറ്റൊരു രാജ്യം അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സ്പൈ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ കൊള്ളാം. കാരണം ഗവൺമെൻറ് BJP ആണ്, വെറുതെ വിടത്തില്ല, ഉറപ്പാണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വൃത്തികേട് കാണിക്കൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലത്തെ പല ആളുകളോടും പല മലയാളീസിനോടും എല്ലാ ഇന്ത്യൻ സിറ്റിസൻസിനോടും പറയാനുള്ള ഒരു കാര്യമാണ്, ഡോണ്ട് എവർ ഡൂ ദ സ്പൈ വർക്ക് അഗൈൻസ്റ്റ് അവർ ഓൺ കൺട്രി. നമ്മുടെ കൺട്രിയുടെ സ്പൈ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, ജയിലിനകത്തിടും, ബാക്കി ലീഗൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും. സോ ബെറ്റർ ബി കെയർഫുൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ലീഗൽ അപ്ഡേറ്റ്.